മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണ മറ്റ് മതസ്ഥരിലുണ്ട്. അത് പല സുവിശേഷകരുടെ പ്രസംഗത്തിലും സക്കീർ നായിക്കിനെ പോലെയുള്ള വ്യക്തികളുടെ പ്രഭാഷണത്തിലുമെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാനും സാധിക്കുന്നുണ്ട്. ഭാരതീയർ ബഹുദൈവ വിശ്വാസികളാണ് എന്നും സെമറ്റിക് മതത്തിലുള്ളവർ ഏകദൈവ വിശ്വാസികളാണെന്നും ഇതാണ് മതങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ ഭിന്നത എന്നുമെല്ലാം പറഞ്ഞ് ബഹുദൈവ വിശ്വാസികൾ എപ്പോഴാണോ ഏകദൈവ വിശ്വാസത്തിലേക്ക് വരുന്നത് അന്ന് ലോകത്തിലുള്ള മതങ്ങൾ തമ്മിലുള്ള ഭിന്നത ഇല്ലാതെയാകുമെന്നെല്ലാം സക്കീർ നായിക്ക് ഘോര പ്രഭാഷണം നടത്തുന്നത് കണ്ടു. മാത്രമല്ല അതിവിചിത്രമായ രീതിയിൽ താൻ ഹൈന്ദവ ഗ്രന്ഥങ്ങളുടെ ഹൈന്ദവ വിശ്വാസങ്ങളുടെ എല്ലാം ആധികാരികമായ ജ്ഞാനിയാണ് എന്ന രീതിയിൽ അബദ്ധ ജടിലങ്ങളായ അനവധി വരികൾ പറയുന്നത് കേട്ടു. അദ്ദേഹം പറയുന്ന പല ഗ്രന്ഥങ്ങൾ അതിൻ്റെ പേര് പോലും ഉച്ചരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസമായി കാണാൻ സാധിച്ചത്. ശ്വേതോപനിഷത്തിന് ചേതോപനിഷത്ത് എന്ന് പറയുന്നതും ഛാന്തോക്യോപനിഷത്തിന് ചത്തോക്യോപനിഷത്ത് എന്ന് പറയുന്നതുമെല്ലാം വിചിത്രമായി തോന്നി. നിർഭാഗ്യവശാൽ അതിലെ ചില വരികൾ ഈ വീഡിയോ ക്ലിപ്പിംഗ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് പോലെ കാണുമ്പോൾ ധാരാളം ഹിന്ദുക്കൾ ധരിക്കാറുണ്ട് ഇയാളൊരു വലിയ ഹിന്ദു പണ്ഡിതനാണെന്ന്. പറയുന്നതും ഗ്രന്ഥത്തിലുള്ളതും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, ആ ഗ്രന്ഥത്തിലെ കൊട്ടേഷൻ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വരികൾ ഉദ്ധരിക്കാതെ നടുക്ക് നിന്നുള്ളത് മാത്രം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന വിചിത്രമായിട്ടുള്ള രീതിയാണ് അദ്ദേഹം സ്വീകരിക്കാറുള്ളത്. എല്ലായ്പ്പോഴും ഞാൻ പറയാറുണ്ട്, ക്രിസ്ത്യാനികൾക്കൊരു ഗ്രന്ഥമേ ഉള്ളൂ, മുസ്ലിങ്ങൾക്കൊരു ഗ്രന്ഥമേ ഉള്ളൂ, ഭാരതീയർക്ക് ഒരു ഗ്രന്ഥമല്ല. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ മാനവരാശിക്ക് ആവശ്യമാണ്. കാരണം ഒരു ഗ്രന്ഥത്തിൽ ഏതു ദൈവം വിചാരിച്ചാലും മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരണങ്ങളും നൽകാൻ സാധിക്കില്ല. മാത്രമല്ല ഒരാൾ വിചാരിച്ചാലും മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും നൽകാൻ സാധിക്കില്ല. ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥം എല്ലാ കാലഘട്ടത്തിലേക്കും ഒരേപോലെ പൂർണ്ണമായിട്ടും പ്രായോഗികമാവില്ല. ഒരു വിഷയത്തിൽ പുസ്തകം എഴുതിയാലും മറ്റ് വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് വിഷയങ്ങളിൽ എഴുതി നമുക്ക് തന്ന് അത് വീണ്ടും 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 നിർബന്ധമായും പരിഷ്കരിക്കണമെന്ന് കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയുന്നുണ്ടാവും, ചില മുസ്ലിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില ക്രിസ്ത്യാനികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, മനുഷ്യന് ആവശ്യമായിട്ടുള്ളതെല്ലാം ഒരു പുസ്തകത്തിലുണ്ടെങ്കിൽ പിന്നെ മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നത് എന്തിനാണെന്ന്. അവരോട് തന്നെ ചോദിക്കാനുള്ള സിമ്പിൾ കാര്യമാണ്, ബൈബിളിൽ പറഞ്ഞതനുസരിച്ചിട്ടാണോ ഇപ്പോൾ ജീവിക്കുന്നത്? ഖുറാനിൽ പറഞ്ഞതനുസരിച്ചിട്ടാണോ ഇപ്പോൾ ജീവിക്കുന്നത്? അങ്ങനെ ഒരു പുസ്തകത്തിൽ ആവശ്യമായിട്ടുള്ളതെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനായി BA-യും MA-യും BSc-യും MSc-യും അഡ്വക്കേറ്റിനെ പോലെ LLM-ഉം MBBS-ഉം MD-യും എല്ലാം പഠിക്കാൻ പോകുന്നത് എന്തിനാ? ആ പുസ്തകത്തിലില്ലേ ആവശ്യമായിട്ടുള്ളതെല്ലാം? മറ്റു പുസ്തകങ്ങൾ എന്തിനാ വായിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യവുമുണ്ട്. മാത്രമല്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവത്തിനെ ആരാധിക്കുന്നത് യഹോവയ്ക്കും ഇഷ്ടമല്ല, അള്ളാഹുവിനും ഇഷ്ടമല്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏകദൈവ വിശ്വാസികളല്ല എന്നുള്ളതിന്? ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ട് എന്നൊരു വാക്ക് അള്ളാഹുവും യഹോവയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെ ആരാധിക്കുന്നത് തനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ദൈവമുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഭാരതത്തിൽ ഒന്നിൽ കൂടുതൽ ദൈവത്തെക്കുറിച്ച് പറയുന്നില്ല. പരമമായ സത്യത്തിലേക്ക് എത്തുമ്പോൾ ഏകം സദ്വിപ്രാഹ ബഹുധാ വദന്തി, ഋഗ്വേദത്തിലുള്ള മന്ത്രാണ്. പരമമായ സത്യം ഒന്ന് മാത്രമാണ്, അത് പലരും പല രീതിയിൽ പറയുന്നു. ഏക ഏവഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത, സർവചരാചരങ്ങളിൽ നിലനിൽക്കുന്നത് ഒരേ ഒരു ചൈതന്യമാണ് എന്ന് പറയുന്നു.
സൃഷ്ട്വാ പുരാണി വിവിധാന്യജയാത്മശക്തിയാ വൃക്ഷാൻ സരീൻ സിരാൻ ഗഗദംശദംഷ്ട്രമത്സ്യാൻ തിഷ്ടൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകദിഷണം മുദമാപദേവ. ആ ഒരേ ഒരു ഈശ്വരൻ തൻ്റെ ചൈതന്യം കൊണ്ട് സർവ്വതിനെയും സൃഷ്ടിച്ചു. അർത്ഥം, തൻ്റെ ചൈതന്യം അതിൽ നിലനിർത്തി. സെമറ്റിക് മതങ്ങൾ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പറയുന്നു ഈശ്വരൻ ഇവിടെയുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചു. ഭാരതത്തിൽ പറയുന്നു ഈശ്വരൻ ഇവിടെയുള്ളതെല്ലാമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തു. ഈശ്വരാംശമാണ് സർവചരാചരത്തിലുമുള്ളത്. അമ്മയും അച്ഛനും കുട്ടികളെ സൃഷ്ടിച്ചു, മക്കളെ സൃഷ്ടിച്ചു, ആൺകുട്ടിയെയും പെൺകുട്ടിയെയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു അർത്ഥവും കൂടിയുണ്ട്. ആ അമ്മയുടെയും അച്ഛൻ്റെയും മകളില് അവരുടെ അംശവും കൂടിയുണ്ട്. മാതൃപിതൃ അംശവും കൂടി ചേർന്നിട്ട് ആ മക്കള് ഏതാണ്ട് 2.73 കിലോഗ്രാം ഭാരത്തോടു കൂടി ഭൂമിയിൽ വരുന്നത്. അപ്പോൾ ആ മക്കളിൽ എങ്ങനെയാണോ മാതാപിതാക്കളുടെ പൂർണ്ണാംശം നിലനിൽക്കുന്നത്, അതേപോലെ ഈശ്വരൻ സൃഷ്ടിച്ചതിലെല്ലാം, ഈശ്വരൻ മാനിഫെസ്റ്റ് ചെയ്തതിലെല്ലാം ഈശ്വരൻ്റെ പൂർണ്ണാംശമുണ്ട്. അപ്പൊ സൃഷ്ടി വേറെ, ഈശ്വരൻ വേറെ, ഇങ്ങനെ ഒരു ധാരണ തെറ്റാണ്. ആ ഈശ്വരനാണ് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്നത് എന്ന് ക്രിസ്ത്യാനികളും പറയുന്നു, മുസ്ലിങ്ങളും പറയുന്നു. ഒമ്നി പൊട്ടൻ്റ്, ഒമ്നി പ്രസന്റ്, ഡിവൈൻ പവർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞ് ഈശ്വരൻ നിൽക്കുന്നു എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന കല്ലിലും തൂണിലും തുരുമ്പിലും ഭൂമിയിലും സൂര്യനിലും ചന്ദ്രനിലും വായുവിലും അഗ്നിയിലും വെള്ളത്തിലും എല്ലാം ഈശ്വരനില്ലേ? അപ്പൊ ഈശ്വരനില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? അതാണ് ഹിന്ദുക്കൾ പറയുന്നത് ഈശാവാസ്യമിതം സർവം യത് കിഞ്ചത് ജഗത്യാം ജഗത്. ഈ പ്രപഞ്ചമാകുന്ന പ്രപഞ്ചത്തിലെല്ലാം ഈശ്വരൻ വസിക്കുന്നു, നിലനിൽക്കുന്നു. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ പരമാണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിൻ്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യം ഏതാണോ അതാണ് ഈശ്വരൻ. അള്ളാഹുവിനെ കുറിച്ചൊന്ന് നിർവചിക്കാൻ മുസ്ലിമിന് സാധിക്കില്ല, യഹോവയെ കുറിച്ച് നിർവചിക്കാനും ക്രിസ്ത്യാനികൾക്ക് സാധിക്കില്ല. ദൈവം ദൈവം എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുകയും ദൈവത്തിൻ്റെ പേരിൽ കൊലയും കൊള്ളിവെപ്പ് നടത്തുകയും ആ ദൈവത്തിനെയോ പ്രവാചകനെയോ യേശുക്രിസ്തുവിനെയോ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനും കത്തുകയും സ്വന്തം മതസ്ഥരെ ഉൾപ്പെടെ കൊല്ലുകയുമെല്ലാം ചെയ്യുന്ന ആ ഈശ്വരനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മനുഷ്യന് വർക്ക് ചെയ്യുന്ന സെമറ്റിക് മതത്തില് ഈശ്വരനെ രക്ഷിക്കാൻ വേണ്ടിയാണ് മതാനുയായികളും, പ്രവാചകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് മതാനുയായികളും, മതഗ്രന്ഥങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് മതാനുയായികളും ഇപ്പോൾ ജീവിക്കുന്നു എന്നുള്ള കാലഘട്ടത്തിൽ ആ ഈശ്വരനെ കുറിച്ച് നിർവചിക്കാൻ സാധ്യമല്ല എന്ന് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അറിയാം. അതാണ് ഹൈന്ദവ ജനത പറയുന്നത് യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ഈശ്വരൻ എന്ന സങ്കല്പത്ത് മനസ്സുകൊണ്ട് പോലും പൂർണ്ണമായിട്ടും മനനം ചെയ്യാൻ സാധ്യമല്ല. മനസ്സുകൊണ്ട് മനനം ചെയ്യാത്ത ഒന്നിനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. അതാണ് ഈശ്വരൻ്റെ നിർവചനം തന്നെ. പിന്നെ മറ്റൊരു നിർവചനമുണ്ട് ഉപനിഷത്തിൽ പറയുന്നത്. സക്കീർ നായിക്ക് എന്തെങ്കിലുമൊക്കെ കോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാ സംസ്കൃതത്തിൽ കോട്ട് ചെയ്യേണ്ടത്. ഞാൻ അഥവാ ഗോപാലകൃഷ്ണനെ എന്തുകൊണ്ടാണ് ഖുറാനിൽ നിന്ന് കോട്ട് ചെയ്യാത്തത്? എനിക്ക് സാധിക്കില്ല, ശ്രമിച്ചാലും തെറ്റും. അറബിയിലുള്ള വാക്കുകൾ ഞാൻ പറയാൻ ശ്രമിച്ച് ഞാൻ ഖുറാനിലെ ഒരു പണ്ഡിതനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ അത് കുറേ കാലം നിലനിൽക്കില്ല. അബദ്ധങ്ങളും അധർമ്മങ്ങളും അനീതികളും അന്യായങ്ങളും ലോക ജനത പെട്ടെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ആ ഒസാമ ബിൻ ലാദനെ കടലിൽ മുക്കിക്കൊന്നത്, അതുകൊണ്ട് തന്നെ ആ സദ്ദാം ഹുസൈനെ കഴുത്തിലെ കയറിട്ട് കൊന്നത്, അതുകൊണ്ട് തന്നെ ആ ഗദ്ദാഫിയെ പച്ചയ്ക്ക് കത്തി ഇറക്കി വലിച്ചു കീറിക്കൊന്നത്. അവരെല്ലാവരും പണ്ഡിതന്മാരായിരുന്നു, ഖുറാനൊക്കെ ബൈഹാർട്ടായിരുന്നു അവർക്ക്. പിന്നെ എന്തുകൊണ്ട് അവരെല്ലാം ഇങ്ങനെ ഒരു മരണത്തിന് വിധേയരായി? ഇല്ലാത്ത പലതും ഉണ്ടെന്നും ദൈവത്തിൻ്റെ പേരിൽ പലതും ചെയ്യുകയാണെന്നും വരുത്തി തീർത്തതിൻ്റെ പരിണത ഫലമാണ് അതെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ആ ഈശ്വരനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും മനനം ചെയ്യുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഈശ്വരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു സേനയെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ ഈശ്വരനെ എങ്ങനെയാ നിർവചിക്കുക? യതോ വാ ഇമാനി ഭൂതാനി ജായന്തി ഏന വാ ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി. ഏതൊന്നിൽ നിന്നാണോ സർവചരാചരങ്ങളും മാനിഫെസ്റ്റ് ചെയ്തു വന്നത്, ഏതൊന്ന് കാരണമാണോ സർവചരാചരങ്ങളും നിലനിൽക്കുന്നത്, ഏതൊന്നിലേക്കാണോ അന്ത്യത്തിൽ സർവചരാചരങ്ങളും ചെന്ന് ചേരുന്നത്, അതാണ് ഹിന്ദുവിൻ്റെ ബ്രഹ്മചൈതന്യം.
ആ ബ്രഹ്മചൈതന്യത്തെ അൾട്രാ മോഡേൺ ഫിസിക്സ് കൈകാര്യം ചെയ്യുന്ന ഫ്രിഡ്ജ് ഓഫ് കാപ്രയും പ്രൊഫസർ എറിക് ഡീനും പ്രൊഫസർ ആർ.ഇ. വുൾഫും പ്രൊഫസർ അമിത് ഗോസ്വാമി തുടങ്ങിയ നാസായിലെ ശാസ്ത്രജ്ഞന്മാരും ഹൈന്ദവ ദൈവസങ്കല്പത്തെ വിവരിക്കുന്നത് നോക്കുക. ഇൻട്രിൻസിക്, ഇൻഹറന്റ്, self-guiding, self-motivating, self-energizing awareness and consciousness present in every living and non-living beings. The Hindus call it as Brahma. സർവചരാചരങ്ങളിലും സ്വതസിദ്ധമായി പ്രകൃത്യാൽ സ്വയം ഊർജം നൽകുന്ന സ്വയം ദിശാബോധമുള്ള പ്രജ്ഞാനവും സ്വബോധവുമുണ്ട്. അതിനെ ഹിന്ദുക്കൾ ഈശ്വരൻ എന്ന് പറയുന്നു. അതുണ്ടെന്ന് സയൻസ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സയൻസിന്റെ തെളിവുകളൊന്നും ഇല്ലെങ്കിലും ഉപനിഷത്ത് നിലനിൽക്കും. സയൻസ് വരെ തെളിയിച്ചിരിക്കുന്നു. ആ ഈശ്വര ചൈതന്യത്തെ എന്താ ഭാരതീയർ പറയുന്നത്? നതത്ര ചക്ഷുർഗച്ഛതി, കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. ന വാഗ്ഗച്ഛതി, വാക്കുകൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. നോ മനഃ, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധ്യമല്ല. ന വിദ്മോ, ഈശ്വരനെ കുറിച്ച് അറിയാവുന്നവർ ആരും ഈ ലോകത്തിലില്ല. ന വിജാനീമോ, ഈശ്വരനെ കുറിച്ച് അറിയിക്കാൻ കഴിയുന്നവരും ആരുമില്ല. ഇതനുശിഷ്യാത്, പിന്നെ എങ്ങനെയാ ഞാൻ ഈശ്വരനെ കുറിച്ച് വിവരിച്ച് നിന്നെ പഠിപ്പിക്കുന്നത്? ശിഷ്യ എന്ന് ചോദിച്ച മാതിരിയാണ്. നതത്ര സൂര്യോപാധി, ആ ഈശ്വരന്റെ ചൈതന്യത്തിന്റെ മുമ്പിൽ സൂര്യപ്രകാശം ഒന്നുമല്ല, സൂര്യപ്രകാശത്തെക്കാൾ ജ്യോതിസ്വരൂപമാണത്. ന ചന്ദ്രതാരകം, ചന്ദ്രനും നക്ഷത്രങ്ങളുടെയും പ്രകാശം ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. നേമാ വിദ്യുതോ ഭാന്തി, ഒരു ഇടിമിന്നലിന്റെ പ്രകാശം പോലും ആ ഈശ്വര പ്രകാശത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. കുതോയം അഗ്നിഹി, പിന്നെയാണോ ഈ വിളക്കില്, ഈ ചെറിയ വിളക്കിലെ തിരി കത്തുന്ന അഗ്നി? തമേവ ഭാന്തം, ആ ഈശ്വര ചൈതന്യം സ്വയം പ്രകാശമാനമാകുന്നു. തസ്യ ഭാഷ വിശ്വമിതം വിഭാതി, അതിൻ്റെ പ്രകാശം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശമാനമാകുന്നു. അങ്ങനെ ഒരു ഈശ്വരനാണ് മാനിഫെസ്റ്റ് ചെയ്തത് മറ്റെല്ലാത്തിലുമുള്ളത്. ആ ഈശ്വരന് രൂപഭാവങ്ങൾ ഒന്നുമില്ല, നിരഞ്ജനം, നിരവ്യയം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ സാധാരണക്കാർക്ക് ആ ഈശ്വരനെ ഒന്ന് ഇമാജിൻ ചെയ്യണ്ടേ? ഇമാജിൻ ചെയ്യണമെങ്കിൽ ഒരു ഇമേജ് വേണ്ടേ? ആ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യം കല്ലിലുമുണ്ട്, മരത്തിലുമുണ്ട്, പശുവിലുമുണ്ട്, ആൽമരത്തിലുമുണ്ട്, ആനയിലുമുണ്ട്, സർവചരാചരങ്ങളിലുമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രൂപത്തെ മുമ്പിൽ വെച്ചിട്ട് ആ ഇമേജിനെ ഇമാജിനേഷൻ ചെയ്ത് പിന്നീട് ഇമാജിനേഷൻ ഇമേജ് ആവശ്യമില്ലാത്ത ലെവലിലേക്ക് എത്തിയാൽ അതാണല്ലോ എളുപ്പം. ലോവർ പ്രൈമറിയിൽ കുട്ടികൾക്ക് നമ്മുടെ ഭൂമിയെക്കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ അറ്റ്ലസ് മാത്രം പോരാ, ഒരു ഗ്ലോബ് ആവശ്യമാണ്. ആ ഗ്ലോബ് എന്ന രൂപത്തിലൂടെ ഒരു അപ്പർ പ്രൈമറിയും ഹൈസ്കൂളായി കഴിഞ്ഞാൽ മാപ്പ് ഉപയോഗിച്ച് പഠിപ്പിക്കാം. കോളേജ് ലെവലിലെത്തിയാൽ ഭൂമിയെക്കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ, ജിയോഗ്രഫി പഠിപ്പിക്കണമെങ്കിൽ എളുപ്പത്തിൽ ഇൻസാറ്റ് പിക്ചറിനെ കൊണ്ട് പഠിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ചെറിയ കുട്ടികൾക്ക് ഇൻസാറ്റ് പിക്ചർ കൊടുത്ത് ഞാൻ മനസ്സിലാവില്ല. അപ്പോൾ ഗ്ലോബിൽ നിന്ന് മാപ്പ് അഥവാ അറ്റ്ലസിൽ നിന്ന് അതിനപ്പുറത്തേക്ക് രൂപമില്ലാത്ത ലെവലിലേക്ക് പോകാനേ സാധിക്കുള്ളൂ. അങ്ങനെ ഇല്ലാതെ പോകാൻ ശ്രമിക്കുന്നതാ പലപ്പോഴും ടെററിസം ഉണ്ടാവാൻ കാരണം. പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ഈശ്വരൻ അനുഗ്രഹിക്കില്ല. ഒരു മതമോ ഒരു വിഭാഗമോ മാത്രം എന്തുകൊണ്ട് തീവ്രവാദത്തിലേക്ക് പോകുന്നു? എൻ്റെ ദൈവം, എൻ്റെ വഴി, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവാചകൻ, എൻ്റെ ദൈവപുത്രൻ, എൻ്റെ യെരൂശലേം, എൻ്റെ മക്ക, എൻ്റേത് എന്ന് പറഞ്ഞു മാത്രം മറ്റുള്ളവരുടെ എല്ലാം അബദ്ധവും ഇതുവാണെന്ന് ധരിപ്പിക്കുന്ന ചെറിയ ക്ലാസ് മുതൽക്കുള്ള പഠനമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. മാത്രമല്ല ആ ഒരു ദൈവത്തിലേക്ക് നേരിട്ട് പോകാൻ സാധിക്കില്ല. ആ ലെവലിലേക്ക് നേരിട്ട് പോകാൻ സാധിക്കുമായിരുന്നു എങ്കിൽ ഈ ലോവർ പ്രൈമറിയും അപ്പർ പ്രൈമറിയും ഹൈസ്കൂളിലും ഒന്നും പഠിക്കാതെ നേരെ MBBSലേക്ക് അങ്ങോട്ട് പോയാൽ പോരെ? ഈ ചെറിയ ക്ലാസ്സുകളിൽ ഒന്നും പഠിക്കാതെ നേരെ MTech പഠിച്ചാൽ പോലെ ഒരാൾ? എന്തിനാ ഹിസ്റ്ററിയും ബാക്കി പലതും പഠിച്ച് അക്ഷരങ്ങൾ മുതൽക്ക് പഠിക്കാൻ വരുന്നത്? ഈ ചെറിയ കുട്ടികളെ 4 വരെയുള്ള കോപ്പി പുസ്തകത്തിൽ എഴുതി, 2 വരെയുള്ള കോപ്പി പുസ്തകത്തിൽ എഴുതി, പിന്നെ 1 വരെയുള്ള പുസ്തകത്തിൽ എഴുതി, പിന്നെ വരയില്ലാത്ത നോട്ട് ബുക്കിൽ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് എന്തിനാ? നേരെ വരയില്ലാത്ത നോട്ട് ബുക്കിൽ അങ്ങോട്ട് എഴുതിയാൽ പോരെ? അത് സാധിക്കില്ല. എല്ലാവരും ലോവറിൽ നിന്ന് ഹയ്യറിലേക്ക് വരിക. ആ ഹയ്യറിൽ എത്തിയാൽ, ഉപനിഷത്തിന്റെ ലെവലിൽ എത്തിയാൽ വളരെ ഭംഗിയായിട്ട് മനസ്സിലാകും ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്നുള്ളത്. ഏതുപോലെയാത്? ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാ ചൈവ ദൃശ്യതേ ചലചന്ദ്രവത്. ഏക ഏവ ഹി ഭൂതാത്മാ, സർവചരാചരങ്ങളിൽ നിലനിൽക്കുന്ന ചൈതന്യം ഒന്ന് മാത്രമാണ്.
ഒന്ന് മാത്രമാണ്, ഭൂതേ ഭൂതേ വ്യവസ്ഥിത, സർവചരാചരങ്ങളിലും അത് നിലനിൽക്കുന്നു. ഏകദാ ബഹുദാ ചെയ്വ, ഒന്ന് എന്ന് ചിലർ പറയും. ചിലര് വളരെയധികം വിദ്യാഭ്യാസം ലഭിക്കാത്തവര് പല രീതിയിലുള്ള ഈശ്വരനുണ്ടെന്ന് പറയും. ദൃശ്യതേ ജലചന്ദ്രവത്, ദൃശ്യതേ ജല അർക്കവത് എന്നും പറയാറുണ്ട്. ഒരു ചന്ദ്രനെ ആകാശത്തിലുള്ളൂ, ഒരു സൂര്യനെ ആകാശത്തിലുള്ളൂ. ആ ചന്ദ്രൻ അഥവാ ആ സൂര്യൻ യഥാർത്ഥത്തിൽ എല്ലാ ജലത്തിലും, സമുദ്രത്തിലെ ജലത്തിലും നദിയിലെ ജലത്തിലും കുളത്തിലെ ജലത്തിലും ചിരട്ടയിലെ വെള്ളത്തിലും കയ്യിലുള്ള ചായയിലെ കപ്പിൽ പോലും ആ ചന്ദ്രൻ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ചന്ദ്രന്റെ പ്രതിഫലനം അതീ ചന്ദ്രൻ തന്നെയാണ് എന്നിലും നിങ്ങളിലുമെല്ലാം ഉള്ള ജീവാത്മ ചൈതന്യം. അപ്പൊ ആ പ്രപഞ്ച ചൈതന്യം എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ നമ്മൾ പാപികളാവുമോ? ആ ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനായ നമ്മളല്ലേ ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര ആയേ ധാമാനി ദിവ്യാനി തസ്തു, അമരത്വത്തിന്റെ പുത്രന്മാരെ എന്ന ഹിന്ദുക്കള് മനുഷ്യരെ വിളിക്കുന്നത്. അല്ലയോ പാപികളെ, ദ സൺ ഓഫ് വൈപ്പേഴ്സ്, അണലികളുടെ മക്കളെ ഒന്നുമല്ല. അതാണ് ഏറ്റവും വലിയ അബദ്ധം സെമറ്റിക് മതങ്ങൾ, അണലികളുടെ മക്കളെ. അതായത് നിങ്ങളൊക്കെ ഉണ്ടായത് പാമ്പിൽ നിന്നാണെന്ന് പറയുമ്പോൾ അതിന്റെ ബയോകെമിസ്ട്രി ഒന്ന് ചിന്തിച്ചു നോക്കുക. സ്വബോധമുള്ള ഒരാൾക്ക് പറയാൻ സാധിക്കില്ല, അത്ര വികൃതമായിട്ടുള്ള പദപ്രയോഗങ്ങൾ അവിടെ. മാത്രമല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബോംബെ നഗരം അത് ഒരു നഗരമാണ്. ബോംബെ എന്ന് പറയുന്ന ഒരു സിറ്റിയാണെന്ന് വിചാരിക്കുക. ആ സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബോംബെ ഒന്നേ ഉള്ളൂ. പക്ഷെ ആ സിറ്റിയിലേക്ക് എത്താനുള്ള വഴികൾ വ്യത്യാസമില്ലേ? തിരുവനന്തപുരത്ത് നിന്ന് ബോംബെയിലേക്ക് എത്താനുള്ള വഴിയാണോ ചെന്നൈയിൽ നിന്ന് എത്താനുള്ളത്, ഹൈദരാബാദിൽ നിന്ന് ബോംബെയിലേക്ക് എത്താനുള്ളത്, കൽക്കട്ടയിൽ നിന്ന് ബോംബെയിലേക്ക് എത്താനുള്ളത്, നാഗർപൂരിൽ നിന്ന് ബോംബെയിലേക്ക് എത്താനുള്ളത്, അതേപോലെ അഹമ്മദാബാദിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, ശ്രീനഗറിൽ നിന്ന്, ജയ്പൂരിൽ നിന്ന് ബോംബെയിലേക്ക് എത്താനുള്ള വഴികൾ ഏതാ? അവിടേക്ക് എത്താനുള്ള വഴികളെല്ലാം വ്യത്യാസമുള്ളതാ. ആ വ്യത്യാസമുള്ള വഴികളാണ് ഈ സരസ്വതിയും ലക്ഷ്മിയും പാർവതിയും എല്ലാമായിട്ട് ഏത് തരത്തിലുള്ള രൂപഭാവങ്ങളെയും നമുക്ക് മനസ്സിൽ ഇമേജ് ആയിട്ട് എടുത്ത് ഇമാജിനേഷൻ നടത്താം. ഈ ലോകത്തിൽ ജീവിക്കാനാണ് ഈശ്വര വിശ്വാസം. യഥാർത്ഥത്തിൽ ഈശ്വരൻ മനുഷ്യന് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴും ഈ ലോകത്തിലുള്ള 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഒരു ജന്തുവിനും ഈശ്വരൻ എന്ന സങ്കല്പമില്ല, മനുഷ്യന് മാത്രമേ ഈശ്വരൻ എന്ന സങ്കല്പമുള്ളൂ. അപ്പൊ അങ്ങനെ ആ അർത്ഥത്തിൽ നോക്കിയാൽ, സയന്റിഫിക്കലി സൈക്കോളജിക്കലി നോക്കിയാൽ മനുഷ്യനെ ഈ സർവചരാചരങ്ങളെയും ഈശ്വരൻ സൃഷ്ടിച്ചു. അപ്പൊ ഈശ്വരനെ സൃഷ്ടിച്ചത് ആരാ? മനുഷ്യന് മാത്രമേ ഈശ്വരൻ എന്ന സങ്കല്പമുള്ളൂ. വേറെ ലോകത്തിലെ ഒരു മൃഗത്തിനും ഈശ്വരൻ എന്ന സങ്കല്പമില്ല, ഒരു വൃക്ഷത്തിനും ഈശ്വരൻ എന്ന സങ്കല്പമില്ല. ഒരു പട്ടിയും പൂച്ചയും എരുമയും പോത്തും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഉള്ളപ്പോ ആരാ ഈശ്വരനെ സൃഷ്ടിച്ചത്? ഈശ്വരനെ മനുഷ്യൻ മനോമണ്ഡലത്തിൽ സൃഷ്ടിക്കുക ചെയ്തത്. ആരാ ബൈബിൾ എഴുതിയത്? അത് മനുഷ്യനാ. ആരാ ഖുർആൻ എഴുതിയത്? അത് മനുഷ്യനാ. ആരാ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എഴുതിയത്? അത് മനുഷ്യരാ. ആ വേദങ്ങളിലെയും പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും വരികൾ കൂട്ടി ചെയ്യുമ്പോൾ ഏത് സക്കീർ നായിക് ആണെങ്കിലും, ഏത് മാത്യു ആണെങ്കിലും, ഏത് ജിബിനാണെങ്കിലും, ഏത് പവത്തിൽ ബിഷപ്പാണെങ്കിലും, ഏത് തലയ്ക്ക് സുഖമില്ലാത്ത കോശി എബ്രഹാം എഴുതിയാലും, ഏത് ഗമായേൽ എഴുതിയാലും, ഏത് ബെഞ്ചമിൻ എഴുതിയാലും ഒരു കാര്യം ഉറപ്പാ, ഹിന്ദുവിന് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, ആയിരക്കണക്കിന് ഋഷിവര്യന്മാർ എഴുതിയത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് കൂട്ടി ചെയ്തിട്ട് ഇതാണ് ഹിന്ദുക്കളുടെ എല്ലാ വിശ്വാസവും എന്ന് പറയുന്നത് അബദ്ധജടിലമാണ്. അത് അബദ്ധാണ്. എന്തുകൊണ്ട് ഹിന്ദുക്കൾ അഭിമാനത്തോടുകൂടി പറയുന്നു ഇത്രയും ഗ്രന്ഥങ്ങളുണ്ടെന്ന്? മാനവരാശിക്ക് താല്പര്യമുള്ള വിഷയം ഏതോ അതില് അവസാനത്തെ ബിന്ദു വരെ എത്താൻ സാധിക്കും. യേശുദാസ് ഗാനഗന്ധർവനായി നാദബ്രഹ്മത്തിന്റെ പരമകാഷ്ഠയിലെത്തി. ആ യേശുദാസ് രാമായണം പഠിക്കണമെന്ന് നിർബന്ധമില്ല. അർത്ഥശാസ്ത്രം എക്കണോമിക്സ് പഠിച്ച ഒരാൾക്ക് കൗടില്യനെ പോലെ ഋഷിവര്യനാവാം. ധനുർവേദം പഠിച്ച ദ്രോണാചാര്യരെ പോലെ രാഷ്ട്ര സംരക്ഷണത്തിന് വേണ്ടി പ്രതിജ്ഞ എടുക്കാം. ഗാന്ധർവവേദം പഠിച്ച് സംഗീതവും നൃത്തവും ചേർത്ത് ഭരതമുനിയെ പോലെ മഹർഷിയായി തീരാം. ആയുർവേദം പഠിച്ച് പരമകാഷ്ഠയിലെത്തി ചരക മഹർഷിയെ പോലെയും സുശ്രുത മഹർഷിയെ പോലെയും ആവാം. സ്ഥാപത്യ വേദം പഠിച്ച് ആർക്ക് വേണമെങ്കിലും എത്രയോ ഉയരത്തിലേക്ക് എത്താം. ശൗനക ശിക്ഷ ഭാഷ പഠനം കൊണ്ട് ശൗനക മഹർഷിയെ പോലെ ആവാം. പിങ്കൾ ആചാര്യനെ പോലെ ആവാം ഛന്ദശാസ്ത്രം പഠിച്ചിട്ട്. ബൗദ്ധായനെയോ കാത്യായനെയോ ആപസ്തംഭനെയോ മാനവനെയോ പോലെയാകാം കൽപ്പശാസ്ത്രം പഠിച്ചിട്ട്. ശാകലനെ പോലെയോ ഭാഷ്കളനെ പോലെയോ സാങ്ക്യായനെ പോലെയോ കൗശീതകിയെ പോലെയാകാം വേദങ്ങൾ പഠിച്ചിട്ട്.
എല്ലാവരും ആയുർവേദം പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പുസ്തകമേ ഉള്ളൂ. ആ പുസ്തകത്തിൽ നിന്ന് പുറത്തേക്ക് പോയാലും തല പോവും, അകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തിയാലും തല പോവും. ഈ ലോകത്തിൽ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്താൻ സാധിക്കാത്ത ഒരു പുസ്തകവും കാലാകാലങ്ങളിൽ നിലനിൽക്കില്ല. അതുകൊണ്ട് ആ പാശ്ചാത്യ ലോകം, അമേരിക്കയും ഇംഗ്ലണ്ടും കാനഡയിലും യൂറോപ്പിലും പല പ്രാവശ്യം പോകാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ അവിടെ ബൈബിള് കണ്ടവര് പോലും ഇല്ല. 50% കുട്ടികളും ബൈബിൾ എന്താന്ന് പോലും അവർക്ക് അറിഞ്ഞൂടാ. ബൈബിള് നിരോധിക്കണം എന്ന് പറഞ്ഞൊരു ജാഥ വാഷിങ്ടണിൽ പോയപ്പോൾ കണ്ടു. അത്ര ടെററിസം അതിനകത്തുള്ളത് എന്ന് പറഞ്ഞ്, ഇത് ഞാൻ നേരിട്ട് കണ്ടതാ, കേട്ടതല്ല. അപ്പോ ഒരു പുസ്തകത്തിൽ ഒരു മാറ്റവും വരുത്താതെ മാനവരാശി ഉപയോഗിച്ചാൽ എന്താ അബദ്ധം പറ്റണേ എന്നുള്ളത് മുസ്ലിം രാജ്യങ്ങളിൽ നോക്കിയാലും മനസ്സിലാക്കാം, ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ നോക്കിയാലും മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾ ഒരു പുസ്തകം തന്നെ പഠിക്കണമെന്ന് പറയുന്നില്ല. വേണമെങ്കിൽ തന്നെ പഠിച്ചാൽ മതി. അമ്പലത്തിലേക്ക് പോകണം നിർബന്ധമില്ല. കൂട്ടപ്രാർത്ഥനയുടെ സ്ഥലമല്ല അമ്പലം. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് അവനവന്റെ മനസ്സിനെ ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത്. അവനവനെ ഉദ്ധരിക്കേണ്ട ഉത്തരവാദിത്വം അവനവനാ. അവനവന്റെ കൂട്ടത്തിലുള്ളവരെ ഉദ്ധരിക്കാൻ എടുക്കുന്നതായി കൂട്ടപ്രാർത്ഥനയും അതേപോലെ പറ്റിക്കലും വഞ്ചിക്കലും ചതിക്കലുമെല്ലാം. ഇന്നലെ ഒരു സുവിശേഷത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു TV ചാനൽ കണ്ടു. ഒരു തടിച്ച ഒരു ബ്രദർ പാസ്റ്റർ, ആർക്കാണ് ഇനി പുറം വേദനയുള്ളത് എന്ന് പറഞ്ഞ് ഹോൾസെയിലായിട്ട് വിളിക്കുക. എന്നിട്ട് അയാള് മുമ്പിൽ വരുന്നവരുടെ പുറം ഒന്ന് തട്ടുന്നു, കർത്താവിനോട് പറഞ്ഞു നിങ്ങളുടെ പുറം വേദന മാറിയിരിക്കുന്നു എന്ന്. അടുത്ത ആള് വരുന്നു, ആർക്കാണ് കുടുംബത്തിലെ പ്രോബ്ലം ഉള്ളത്, അവരൊന്ന് തട്ടിയിട്ട് പറയുന്നു 5 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബ പ്രശ്നം തീരുന്നു. അത് ഇയാൾ പറഞ്ഞിട്ട് വേണോ? തലയ്ക്ക് സുഖമില്ലാത്ത ബ്ലാക്ക് മാജിക് മാത്രമേ ആ സുവിശേഷത്തിനെ കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. പല്ലുവേദനയുള്ളവന്റെ പല്ല് ഇയാളൊന്ന് തൊടുന്നു, അതോടുകൂടി വേദന പോയി. എനിക്ക് ഈ ക്രിസ്ത്യാനികളോട് ചോദിക്കാനുള്ളത്, ഇതേമാതിരിയുള്ള തട്ടിപ്പിന് നിങ്ങൾ വിധേയമാകുന്നു എങ്കിൽ ഈ ബിഷപ്പിന്റെ അടുത്തും മെത്രാന്റെ അടുത്തും പോയിട്ടൊന്ന് ചോദിച്ചൂടെ, എന്തിനാ ഇത്രയധികം മെഡിക്കൽ കോളേജും ഇത്രയധികം MBBS-ഉം MD-യും പഠിച്ചവരെന്തിനാ ഈ സുവിശേഷം പറയുന്ന തലയ്ക്ക് സുഖമില്ലാത്ത ഭ്രാന്തനെ പോലെ കുറെ മാജിക് കാണിക്കുന്ന, ഒരു അസുഖവും ഇല്ലാത്തവരുടെ പുറകിൽ തട്ടിയിട്ട് അയാളുടെ അസുഖം മാറി എന്ന് TV-യിലൂടെ കാണിക്കുന്ന ഈ യേശു ക്രിസ്തുവിനെ വിൽക്കലും ബൈബിള് വിൽക്കലും വേണോ മക്കളെ? ഇത് അതേപോലെയാണ്. ഈശ്വര സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ ഈശ്വരൻ സാക്ഷി ഭാവത്തിൽ നിൽക്കുന്നു. നമ്മൾ ചെയ്യുന്ന നന്മകളും തിന്മകളും നമ്മൾ അനുഭവിക്കണം. അതാണ് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞത്. അതാണ് വാൽമീകിയുടെ ഭാര്യയായിരുന്ന, പൂർവ്വ ആശ്രമത്തിൽ ഭാര്യയായിരുന്ന, രത്നാകരന്റെ ഭാര്യയായിരുന്ന സ്ത്രീ പറഞ്ഞത്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റൊരുവൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതേപോലെ മഹാകവി ഉള്ളൂര് പറഞ്ഞിരിക്കുന്നത് എന്താ? നമുക്ക് നാമേ പണിവത് നാഗം നരകവും. അതുപോലെ ഈശ്വരനോട് ജഡ്ജിയായിട്ടിരുന്ന് നമ്മൾ ചെയ്ത നന്മ തിന്മകൾക്ക് വിധി പ്രഖ്യാപിക്കേണ്ട ആളല്ല ഈശ്വരൻ. അങ്ങനെയുള്ള നിങ്ങളുടെ ധാരണയാണ് പലപ്പോഴും മതത്തിൽ നിന്ന് തീവ്രവാദവും അതേപോലെ മതങ്ങളെ പൂർണ്ണമായിട്ടും തിരസ്കരിക്കാനുമുള്ള കാരണമായി തീരുന്നത്. അപ്പോ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലെ ഒരു വരിയെടുത്ത് ആ ഹിന്ദുക്കളുമായിട്ട് മുസ്ലിങ്ങൾക്ക് ചേരണമെങ്കിൽ അവർ ഏകദൈവത്തിലേക്ക് വന്നാൽ മതി എന്ന് സക്കീർ നായിക് പറയുന്നത് കേട്ടു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം. ഈ പ്രവാചകനെ കുറിച്ച് ഒരു സിനിമ വന്നപ്പോൾ പാകിസ്ഥാനിൽ 8-10 പേര് മരിച്ചു. എന്താ ഇവർ മരിക്കാൻ കാരണം? അവരൊരൊറ്റ ദൈവത്തെ വിശ്വസിച്ചിരുന്നവരല്ലേ, അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നവരല്ലേ, കാബയിൽ വിശ്വസിച്ചിരുന്നവരല്ലേ, ഹജ്ജിന് പോകുന്നവരല്ലേ, പ്രവാചകനെ വിശ്വസിക്കുന്നവരല്ലേ, ഖുറാനെ വിശ്വസിക്കുന്നവരല്ലേ? അവരെന്തുകൊണ്ട് മരിച്ചു? അവരാണോ കുഴപ്പം കാണിച്ചത്, സിനിമ ഉണ്ടാക്കിയത്? അതേപോലെ ഈ ലോകത്തിൽ എന്ത് വിപ്ലവം ഉണ്ടായി? ഒന്ന് ആലോചിച്ച് നോക്കാം, ജസ്റ്റ് ചിന്തിച്ചു നോക്കാം, എല്ലാവരും ചിന്തിച്ചു നോക്കാം. മതത്തിനെയും ഈശ്വരനെയും പ്രവാചകനെയും ദൈവപുത്രനെയും ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും മഹാവിഷ്ണുവിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അവര് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയുന്നത് എന്തൊരു അബദ്ധമായിരിക്കും. അപ്പൊ നമ്മൾ ഈ ദൈവം എന്നുള്ള സങ്കല്പം പോലും മനസ്സിലാക്കാതെയാ പലതും ചെയ്യുന്നത്. മാത്രമല്ല, ഒന്നുകൂടി നോക്കുക, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഹിന്ദുക്കൾ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ അവരിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്. അവരില്ലായിരുന്നെങ്കിൽ ഞാനില്ല. അപ്പൊ എൻ്റെ സൃഷ്ടികർത്താക്കൾ ആരാ? എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും. അവരുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ മാതൃദേവോ ഭവ, അമ്മയുടെ മുമ്പിൽ തലകുനിക്കുന്നു. പിതൃദേവോ ഭവ,
അച്ഛൻ ഈശ്വരതുല്യനാണ്. എൻ്റെ അറിവില്ലായ്മ മുഴുവനും മാറ്റിയത് എൻ്റെ ഗുരുവാണ്. ആചാര്യ ദേവോ ഭവ. എന്നിലുള്ള ചൈതന്യം തന്നെയാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്ന അതിഥിയിലും മറ്റു മനുഷ്യരിലും ഉള്ളത്. അതുകൊണ്ട് അതിഥി ദേവോ ഭവ. അഹം ബ്രഹ്മാസ്മി തദ് ബ്രഹ്മ ത്വമസി. ഈശ്വരൻ്റെ മാനിഫെസ്റ്റേഷനാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഞാൻ എന്തിന് നിങ്ങളെ കൊല്ലണം? നിങ്ങൾ വേറൊരു ദൈവത്തെ ആരാധിച്ചാൽ എൻ്റെ ദൈവത്തിന് എന്തിന് ദേഷ്യം വരണം? എൻ്റെ ദൈവം വാശിയും പകയും വിദ്വേഷവുമുള്ള ദൈവമാണെങ്കിൽ അതാണോ ദൈവത്തിൻ്റെ ക്വാളിറ്റി? കരുണാമയനായ ദൈവം എന്ന് പറയുന്നത് വാശിയും പകയും വിദ്വേഷവുമുള്ള. ദൈവത്തിനൊരു വാളുണ്ട്, അത് രക്തം കുടിച്ച് ചെടിച്ചിരിക്കുന്നു. മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാൻ ആ ദൈവത്തിൻ്റെ വാള്. ദൈവത്തിൻ്റെ ദിനം കൊതിക്കുന്ന നിങ്ങൾക്ക് സർവനാശം. യഹോവയുടെ വാക്കുകളാണ്. ബൈബിളിലൊന്ന് വായിക്കണം, നല്ല രസം അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ. അതൊന്നും ക്രിസ്ത്യാനികൾ വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഈ മതം മാറ്റം ഇങ്ങനെ നടത്തുന്നത്. മറ്റ് ഗ്രന്ഥങ്ങളിലും ധാരാളം ഉണ്ട് ഇതേപോലെ തന്നെ. ഉറപ്പിച്ചു പറയുന്നു, ധർമ്മത്തെ സ്ഥാപിക്കാനും അധർമ്മത്തെ ഇല്ലാതെയാക്കാനും സനാതന ധർമ്മത്തിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. മതപ്രചരണത്തിനല്ല യുദ്ധം ചെയ്തത്. അധർമ്മം ചെയ്യുന്നവരെ ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പലവട്ടം ശ്രമിച്ച് ആ ധർമ്മത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് ഉറപ്പായപ്പോഴാണ് രാവണനെ ശ്രീരാമൻ നിഗ്രഹിച്ചത്. ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ മാത്രമാണ് തൻ്റെ സൈന്യത്തെ പോലും കൗരവർക്ക് കൊടുത്തിട്ട് താൻ ആയുധമെടുക്കാതെ ഇപ്പുറത്ത് പാണ്ഡവരുടെ കൂട്ടത്തിൽ നിന്ന് കൃഷ്ണൻ ശത്രു അധർമ്മം ചെയ്യുന്നവരെ നിഗ്രഹിച്ചത്. കൃഷ്ണന്റെ മതം പ്രചരിപ്പിക്കാനോ കൃഷ്ണനെ പൂജിപ്പിക്കാനോ അല്ല കൃഷ്ണൻ യുദ്ധം ചെയ്തത്. രാമന്റെ മതം പ്രചരിപ്പിക്കാനോ രാമനെ പൂജിപ്പിക്കാനോ വേണ്ടി അല്ല രാമൻ യുദ്ധം ചെയ്തത്. അറിയണം, ഏതെങ്കിലും ഒരു ഗ്രന്ഥം പഠിച്ച് ഞാൻ ഹിന്ദു ധർമ്മത്തിന്റെ പണ്ഡിതനാണെന്ന് പറയുന്ന സക്കീർ നായിക്കിനെ പോലെയുള്ളവരെ മുസ്ലിങ്ങൾ തിരിച്ചറിയണം. ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ളവരൊക്കെ ചില സന്യാസിമാരെ വിളിച്ചിട്ട് സംവാദം ചെയ്തിട്ട് ഇസ്ലാം മതമാണ് വളരെ ഗ്രേറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ കച്ചവടം നടത്തേണ്ട മതമാണോ ഇസ്ലാം മതം? ഒന്നും അറിയാത്ത സന്യാസിമാരെ വിളിച്ചിട്ട് സദസ്സിൽ വെച്ചിട്ട് ഈ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലെ ഏതെങ്കിലും ഒരു വരി, അത് മാത്രമേ മറ്റേ മുസ്ലിമിന് അറിയുള്ളൂ, ആ ഒരു വരി ചോദിച്ച് നിങ്ങളുടെ ഗൃഹ്യസൂത്രത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, ശുൽഭസൂത്രത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, പിതൃമേധ സൂത്രത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, അതേപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ അർത്ഥശാസ്ത്രത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, ശുക്രനീതിസാരത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, ഗാന്ധർവവേദത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പഠിക്കാൻ നമുക്ക് ഒരു മനുഷ്യനെ അയാൾ ജീവിച്ചിരിക്കുന്ന കാലം കൊണ്ട് സാധിക്കുമോ? എത്ര ജന്മങ്ങൾ ഉണ്ടായാലാ 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങളും 10,000-ഓളം വ്യാഖ്യാനങ്ങളും 1,00,000-ഓളം ഉപാഖ്യാനങ്ങളും ഒരിക്കൽ വായിച്ചു തീർക്കാൻ സാധിക്കുക? അങ്ങനെയും കൂടി ഒന്ന് ചിന്തിക്കട്ടെ. ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ എങ്കിൽ കുത്തിയിരുന്ന് 15 ദിവസം കൊണ്ട് വായിച്ചു തീർക്കാം, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും. അപ്പോ ഈശ്വര സങ്കല്പത്തിൽ സരസ്വതിയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും എന്നെ അറിവില്ലായ്മയിൽ നിന്നും അറിവിലേക്കും കൊണ്ടുപോയ വിദ്യ ആ ദേവതയെ പൂജിക്കാൻ വലിയൊരു മനസ്സാ വേണ്ടത്. എൻ്റെ എല്ലാ ജീവിതത്തെ നന്മയ്ക്കും കാരണമായിട്ടുള്ള സമ്പത്ത്, ആ സമ്പത്തിനെ ഈശ്വര രൂപത്തിൽ ആരാധിക്കുന്നു. അതാണ് ലക്ഷ്മി എന്ന് പറയുന്നത്. ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68 കിലോഗ്രാം ഭാരമുള്ള ഒരു സ്ത്രീയൊന്നുമല്ല. സരസ്വതി എന്ന് പറയുന്ന 65 കിലോഗ്രാം ഭാരവും 5 അടി 2 ഇഞ്ച് പൊക്കമുള്ള ഒരു സ്ത്രീയൊന്നുമല്ല. മഹാവിഷ്ണു എന്നുള്ള രൂപം തന്നെ നീല നിറത്തിലാണ്. ഈ ആകാശത്തിനും സമുദ്രത്തിനും മാത്രമേ നീല നിറമുള്ളൂ. അനന്തതയുടെ രൂപം. ഈ പ്രപഞ്ചത്തെ മനുഷ്യന് ഇമാജിൻ ചെയ്യാൻ പാകത്തിന് ഒരു മനുഷ്യന്റെ രൂപം കൊടുത്തിരിക്കുകയാണ്. നാന്തം ന മധ്യം ന പുനസ്തവാദ്യം, തുടക്കവും മധ്യവും അവസാനവും ഇല്ലാത്ത ഒരു രൂപം. അതുകൊണ്ട് തന്നെ പറയാ കൃഷ്ണ കൃഷ്ണ വിഷ്ണോരാജ്ഞ പ്രവൃത്തമാനസ്യ ആദ്യ ബ്രഹ്മണ ദ്വിതീയ പരാർത്ഥി ശീതവരാഹ കൽപ്പ എന്ന് പറയുന്ന ഈ പ്രപഞ്ചം മുഴുവൻ അനേക കോടി ബ്രഹ്മാണ്ടാനാം മധ്യേ. ഇതൊന്നും ബൈബിളിലും ഖുറാനിലും പറഞ്ഞിട്ടില്ല അനേക കോടി ബ്രഹ്മാണ്ടങ്ങളിൽ ഉണ്ടെന്ന്. ഭൂമി തന്നെ പറയുന്നതാണെന്ന് പറയുന്ന ലെവലിലേ എത്തിയിട്ടുള്ളൂ. അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ നടുക്കിരിക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ. അതെല്ലാം സ്വബോധത്തോടു കൂടി കറങ്ങുന്നു, പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. അതിനെ ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മഹാവിഷ്ണുവിന്റെ രൂപം കൊടുത്തത്. പാലാഴി എന്ന വാക്കിന്റെ അർത്ഥം മിൽക്കി വേ ഗാലക്സി. സർപ്പം എന്ന വാക്കിന്റെ അർത്ഥം കോയിൽഡ് സ്ട്രക്ചർ. ആ സർപ്പത്തിന് 5 തലയുണ്ടെന്ന് പറയുന്നത് തന്നെ പൃഥ്വി, അപ്പ്, തേജ, വായു, ആകാശം, പഞ്ചഭൂതം. ബ്രഹ്മാവിന് 4 തല. ലോകത്തിലെ ആർക്കും ഒരു തലയിൽ കൂടുതലില്ല. പിന്നെ എന്തുകൊണ്ട് ബ്രഹ്മാവിന് 4 തല വന്നു? ഒന്ന് പഠിക്കാനും കൂടി ശ്രമിക്കണം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ടൈം ആക്സിസ്. 4 ആക്സിസ് ഉണ്ടെങ്കിലേ ക്രിയേഷൻ പോസിബിൾ ആവുള്ളൂ.
ബ്രഹ്മാവിന്റെ പത്നിയാണ് സരസ്വതി. എന്തുകൊണ്ട് സരസ്വതി ബ്രഹ്മാവിന് പത്നിയായിട്ട് വന്നു? ഏത് ക്രിയേഷനും എക്സും വൈയും ഇസഡും ടൈം ആക്സിസ് പോരാ, മറിച്ച് നോളജ് കൂടി വേണം. അങ്ങനെയാണ് ഭാര്യാഭർത്തൃ പോലെ ആയത്. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് സമ്പത്ത് വേണം. അതുകൊണ്ടാ മഹാവിഷ്ണുവിന്റെ കൂട്ടത്തിൽ ലക്ഷ്മി വന്നത്. ഏത് സംഹാരത്തിനും സംഹാര രൂപം മാത്രം പോരാ, ശക്തിയും കൂടി വേണം. പതുക്കെ വണ്ടി ഇടിച്ചാൽ ആരും മരിക്കില്ല, ശക്തിയായിട്ട് വണ്ടി ഇടിച്ചാലേ ആരെങ്കിലും മരിക്കുള്ളൂ. ചെറിയൊരു കത്തി കൊണ്ട് ആരും മരിക്കില്ല, വലിയ ശക്തിയുള്ള വാൾ ഉപയോഗിച്ചാലേ മരിക്കുള്ളൂ. ചെറിയൊരു രോഗം വന്നാൽ ആരും മരിക്കില്ല, രോഗം അതിശക്തമായാലേ ആരെങ്കിലും മരിക്കുള്ളൂ. അപ്പൊ ശക്തിയില്ലാതെ മരണം സാധ്യമല്ല. സൃഷ്ടി സ്ഥിതി സംഹാരം, അതാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം. ജനിച്ചു, നിലനിൽക്കുന്നു, ഇല്ലാണ്ടാവുന്നു. ജനറേഷൻ, ഒബ്സർവേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ, GOD. ആ ഡിസ്ട്രക്ഷൻ എന്തിനാ? വീണ്ടും ജനറേഷന് വേണ്ടിയിട്ട്. അത് കൊന്നു കുഴിച്ചു മൂടാനൊന്നുമല്ല. പുനരഭിജനനം പുനരഭിമരണം എന്നുള്ളൊരു വരികൾ നിങ്ങൾ കേട്ടുകയാണ്. അപ്പൊ ജനിക്കണമെങ്കിൽ ഇപ്പുറത്ത് യൂട്ടിലൈസ് ചെയ്ത മെറ്റീരിയൽ വീണ്ടും ഇങ്ങോട്ടേക്ക് വരണം. ഇതൊരു ജനന മരണ ചക്രമാണ്. അതുകൊണ്ട് ഈ പ്രതിഭാസത്തെ ഭാരതീയര് വിശ്വം വിഷ്ണുവഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭോ, വിശ്വത്തിന്റെ രൂപത്തിലാ വിഷ്ണുവിനെ കണ്ടത്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം, വിശ്വാകാരം, വിശ്വത്തിന്റെ ആകാരത്തിലുള്ള മഹാവിഷ്ണുവിനെ. ആ ബ്രഹ്മാവിനെ 4 തല കാണിക്കുമ്പോഴത്തേക്ക് 4 തലയുള്ള ഒരാളല്ല. ആ ബ്രഹ്മാവിനെ നമ്മൾ ഡിവൈൻ എന്നാ പറയാ. നിലനിൽപ്പിനെ ഡിവൈൻ, ക്രിയേഷൻ ഡിവൈൻ. അതുപോലെ ഡിസ്ട്രക്ഷൻ ഡിവൈൻ ആണ്. ആ ഡിസ്ട്രക്ഷൻ നടന്നാലേ ഇപ്പുറത്ത് വീണ്ടും കൺസ്ട്രക്ഷൻ നടക്കുള്ളൂ. ഡിസ്ട്രക്ഷൻ നടക്കാതെ കൺസ്ട്രക്ഷൻ നടക്കില്ല. അതാണ് ഈ ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. അങ്ങനെ ലക്ഷ്മിയെയും സരസ്വതിയെയും പാർവതിയെയും എല്ലാം ഡിവൈനായിട്ട് എടുത്തു. അത് ഗോഡ് എന്ന കൺസെപ്റ്റിലേക്കുള്ള മാർഗമാണ്. ബോംബെയിലേക്ക് പോകാനുള്ള മാർഗം പോലെ പരമമായ ചൈതന്യം യഥോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസാ സഹ. മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ പറ്റാത്ത ഒന്നിനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല. ആ ഈശ്വരൻ, മനുഷ്യന് മാത്രമുള്ള ഈശ്വരൻ, മനുഷ്യന്റെ മനസ്സിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ ഈശ്വരനെ കുറിച്ച് ഹൈന്ദവ ജനതയുടെ വിശ്വാസം ഇന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്നു. അഹം ബ്രഹ്മാസ്മി, എന്നിൽ ആ ചൈതന്യം ഉള്ളത് കൊണ്ട് ഞാൻ ഈശ്വര ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷനാണ്. എന്നിൽ ആ ചൈതന്യം എത്ര കാലമുണ്ടോ അത്രയും കാലം മാത്രമേ എൻ്റെ ഹാർട്ട് 68 പ്രാവശ്യം ഇടിക്കുള്ളൂ, എൻ്റെ ലങ്സ് 16 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുള്ളൂ. എനിക്ക് കൃത്യം 32 നമ്പർ പല്ല്, 32 കൂടുതലുമില്ല കുറവുമില്ല. എൻ്റെ മൂക്കിങ്ങനെ താഴത്തേക്ക് വരാൻ കാരണം ആ ചൈതന്യം എന്നിലുള്ളതാ. ഇതെന്തുകൊണ്ട് തിരിച്ചായില്ല? ആ ചൈതന്യം ഉള്ളത് കൊണ്ടാ. കണ്ണിനടപ്പുണ്ട്, മൂക്കിനടപ്പില്ല. എന്തുകൊണ്ട് കണ്ണിനടപ്പ് വേണ്ടി വന്നു? കൺപോളകൾ എന്തുകൊണ്ട് വേണ്ടി വന്നു? കണ്ണ് അത്രയും സെൻസിറ്റീവാണ്. ഈ 22 അടി നീളമുള്ള കുടലില് തലേ ദിവസം രാത്രി കഴിച്ചത് മുഴുവനും തന്നെത്താനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. അത് ഡൈജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാനല്ല എൻ്റെ ഡൈജസ്റ്റീവ് ഓർഗൻസിനോട് പറഞ്ഞു കൊടുത്തത്. അതിന് തന്നെത്താനെ അറിയാം കഴിച്ച ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഒരു മിനിറ്റിൽ 60,000 കിലോമീറ്റർ ദൂരത്തിലെ രക്തം എൻ്റെ ശരീരത്തിൽ സഞ്ചരിക്കുന്നു. അത് ഞാൻ പറഞ്ഞിട്ടല്ല, തന്നെയാണ്. ഞാൻ എടുക്കുന്ന ഓക്സിജനും ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകവും ഓരോ സെല്ലിലേക്കും പോകുന്നത് തന്നെത്താനെയാണ്, ഞാൻ പറഞ്ഞിട്ടല്ല അത് പോകുന്നത്. അപ്പൊ ഇതിനകത്തൊരു ചൈതന്യമുണ്ട്. ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് പൂജാരിമാർ ആദ്യം ആത്മപൂജ നടത്തിയിട്ട് ആ വിഗ്രഹത്തിന് പൂജ നടത്തുക. നിങ്ങളെ കാണുമ്പോൾ ഞാൻ തൊഴുന്നതും നിങ്ങളിലും ആ ഈശ്വര ചൈതന്യമുണ്ട്, എന്നിലുമുണ്ട്, 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലുമുണ്ട്. ആ ചൈതന്യം അതിൽ നിന്ന് പോകുമ്പോഴാണ് അത് ചത്തുപോകുന്നത്. ചത്തുപോകുന്നത് സത്ത് പോകുന്നു എന്നർത്ഥത്തിലാണ്. ആനയിലും അതുണ്ട്. അതുകൊണ്ട് ഹിന്ദുക്കൾ ആനയെ ആരാധിക്കുന്നു. ആനയെ ആരാധിക്കുന്നു എന്ന് വെച്ചാൽ അമ്പലത്തിനകത്ത് ശ്രീകോവിലിനകത്ത് ആനയെ പ്രതിഷ്ഠിക്കുന്നു എന്നല്ല അർത്ഥം. അതിനകത്ത് ഡിവിനിറ്റി ഉണ്ട്. കുതിരയിലും ഡിവിനിറ്റി ഉണ്ട്, കാക്കയിലുമുണ്ട്, പൂച്ചയിലുമുണ്ട്, സർവ്വചരാചരങ്ങളിലും ഡിവിനിറ്റി കാണാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, വായുവിലും വെള്ളത്തിലും ഭൂമിയിലും സൂര്യനിലും ചന്ദ്രനിലും ഡിവിനിറ്റി കാണാൻ സാധിച്ചാൽ അതിനെ കൊന്നു കുഴിച്ചു മൂടി നശിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നില്ല. അതിനെ സംരക്ഷിക്കണമെന്ന് തോന്നും. ഏത് ആൽമരത്തിലും ഏത് മാവിലും ഏത് പ്ലാവിലും ഏത് മുരുക്കിലും ഈശ്വര ചൈതന്യത്തെ കാണാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഈ കാട്ടുകള്ളന്മാരുണ്ടാവില്ല, വായുവിനെ പൊള്യൂട്ട് ചെയ്യുന്നവരുണ്ടാവില്ല, വെള്ളത്തിനെ പൊള്യൂട്ട് ചെയ്യുന്നവരുണ്ടാവില്ല. അതിനകത്ത് ഡിവിനിറ്റി ഉണ്ടെങ്കിൽ. അമ്മയെ വ്യഭിചരിക്കുന്നവരില്ല. എന്തുകൊണ്ട്? കാരണം അമ്മയിൽ ദൈവികത്വം ഭാരതീയര് അർപ്പിച്ചു. അച്ഛനെ വാർദ്ധക്യത്തിൽ പുറത്താക്കാൻ മക്കൾക്ക് വിഷമം. അച്ഛനിൽ ദൈവികത്വം ഉണ്ട്. ഐസൊലേറ്റഡ് കേസുകളെ അല്ലാത്തതായിട്ട് വരുന്നുള്ളൂ.
ആരെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, ബഹുമാനിക്കുന്നത്, ഈശ്വര തുല്യം കാണുന്നത്, അവരെ നശിപ്പിക്കാനും കൊല്ലാനും വധിക്കാനും ചോര ചീന്താനും നിങ്ങളുടെ കൈ ഉയരില്ല. അതുകൊണ്ട് എല്ലാത്തിലും ഈശ്വര ചൈതന്യത്തെ കാണണം എന്ന് ആധുനിക ചിന്തകരും പണ്ഡിതരും ശാസ്ത്രജ്ഞന്മാരും പറയുന്നു. എവിടെയാണോ അവനവന്റെ ദൈവവും അവനവന്റെ ഈശ്വരനും അവനവന്റെ പുസ്തകവും അവനവന്റെ പ്രവാചകനും അവനവന്റെ ദൈവപുത്രനും മാത്രം ശരി എന്ന് പറയുന്നത്, അവിടെ എല്ലാം ടെററിസം ഉണ്ട്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാൻ പഠിക്കണം. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖ ഭവേ. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും നിരീശ്വരവാദിയും യുക്തിവാദിയും എല്ലാവരും സുഖമായിട്ടിരിക്കണം, സന്തോഷമാരായിരിക്കണം, ആരോഗ്യമുള്ളവരായിട്ടിരിക്കണം, ദുഃഖിക്കുന്നവരായിട്ട് ആരും ഉണ്ടാവരുതെന്ന് പറഞ്ഞ ഹിന്ദു ധർമ്മം 995 വർഷം ഇസ്ലാമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ചവിട്ടേറ്റിട്ടും മരിച്ചില്ല. കാരണം നമ്മൾ പ്രാർത്ഥിച്ചത് ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്നല്ല, ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്നല്ല, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. എല്ലാ മുസ്ലിമിനോടും എല്ലാ ക്രിസ്ത്യാനിയോടും പറയുന്നു, ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഹിന്ദുക്കളെ മതം മാറ്റല്ലേ. നിങ്ങളുടെ മതം മോശമാണെന്നല്ല, അതിനേക്കാൾ എത്രയോ വിസ്താരവും അത്രയും സമൃദ്ധവുമായ ഈ ധർമ്മത്തെ ഒന്ന് പഠിക്കുക. നിങ്ങൾ ആരാധിക്കുന്ന ഈശ്വരനെ തന്നെ ആരാധിക്കുക. മറ്റുള്ളവരെ ചതിച്ച് അങ്ങോട്ട് കൊണ്ടുപോവല്ലേ. ഈ സംസ്കാരം നിലനിൽക്കട്ടെ. 122 രാജ്യങ്ങളിലെ ക്രിസ്ത്യാനികളും മിഷണറിമാരായി പ്രവർത്തിച്ച് അവിടെ മിഷണറിമാരായി പോയവരുടെയൊക്കെ മക്കളെയും സൃഷ്ടിച്ച് ദൈവദയയും മനുഷ്യ സ്നേഹവും എല്ലാം കാണിച്ചിട്ടാണല്ലോ പോപ്പ് പോകുന്ന രാജ്യങ്ങളിലെല്ലാം ഇപ്പൊ മാപ്പ് പറയേണ്ടി വരുന്നത്. ആ 122 രാജ്യങ്ങൾ ഇപ്പോഴും ക്രൈസ്തവ മതമല്ലേ, ദേശീയ മതം. 68 രാജ്യങ്ങളിൽ ഇസ്ലാം മതമാണ്. ലോകത്തിലെ ഒരിടത്തും ഹിന്ദു മതം ദേശീയ മതമായിട്ടില്ല. അതിനുവേണ്ടി ഹിന്ദുക്കൾ ശ്രമിച്ചിട്ടും ഇല്ല മതം മാറ്റാൻ. ആ ധർമ്മം അവശേഷിക്കുന്ന ഭാരതത്തിലാണ്. അത് നിലനിൽക്കട്ടെ. ഭാരതം ഭാരതമായിട്ട് നിലനിൽക്കണമെങ്കിൽ, ഭാരതം ഒരു പാകിസ്ഥാനും ബംഗ്ലാദേശും ആകാതിരിക്കണമെങ്കിൽ ഇവിടെ ഹിന്ദുക്കള് ഭംഗിയായിട്ട് നിലനിൽക്കട്ടെ എന്ന് സക്കീർ നായിക്കിനോടും അതേപോലെ പവ്വത്തിനോടും 2 കർദിനാൽമാരോടും എല്ലാ മെത്രാന്മാരോടും അഭ്യർത്ഥിക്കുന്നു. അതുപോലെ പെന്തക്കോസ്തുകാരോടും അഭ്യർത്ഥിക്കുന്നു. ഈ രാഷ്ട്രം ഈ രാഷ്ട്രമായിട്ട് നിലനിൽക്കട്ടെ. പ്രണാമം.